ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് തയ്യാറാക്കുന്നത് തേങ്ങ വറുത്തരച്ച നാടൻ ചെമ്മീൻ കറിയാണേ. നല്ല ടേസ്റ്റി ചെമ്മീൻ കറിയാണ്. അതുപോലെ കുറച്ച് തിക്ക് ഗ്രേവി കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ഇത് ക്ലീൻ ചെയ്യുന്നതൊന്ന് കാണണ്ടേ. നമ്മുടെ കയ്യിലുള്ള ഫോർക്ക് കൊണ്ടോ ഈർക്കിൽ കൊണ്ടോ പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വറുത്തരച്ച ചെമ്മീൻ കറി ഉണ്ടാക്കുന്നതിന് 1/2 കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. 1/2 കിലോ ചെമ്മീൻ, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ചെറിയുള്ളി, വലിയ ചെറിയുള്ളിയൊക്കെ ഞാൻ 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്, അല്ലാത്തതെല്ലാം ഒരു പീസായിട്ട് തന്നെ കിടക്കുവാണ്. പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, കറിവേപ്പില, ഇഞ്ചി 1 സ്പൂണ്. ഞാൻ കുടംപുളി ചേർത്ത ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. മസാലപ്പൊടികൾ: മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. തേങ്ങ വറുത്തരച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തേങ്ങ വറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇടത്തരം ഒരു തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകവും തേങ്ങയും നല്ലപോലെ വറുക്കും. തേങ്ങയും പെരിഞ്ജീരകവും കൂടെ വറുത്തെടുക്കാം. ചീനച്ചട്ടിയിലോട്ട് തേങ്ങയും പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇത് മൂക്കട്ടെ. തേങ്ങയും പെരിഞ്ജീരകമൊക്കെ നല്ലപോലെ കിടന്ന് മൂക്കട്ടെ. തേങ്ങ നല്ലപോലെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇടയ്ക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തേങ്ങ എല്ലാ സൈഡും ഒരേപോലെ ഇളക്കി കൊടുക്കണം. തേങ്ങ എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ആ പൊടികളും എല്ലാം നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങയും പൊടികളും ഒക്കെ ആറുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ്, ഒരു മൺചട്ടി വെക്കുക. മൺചട്ടി ചൂടാകുമ്പോഴത്തേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി, അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, സവാള, ചെറിയുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഒരു 3/4 സ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കണേ. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയാണ്. നല്ലപോലെ ഇളക്കണം. ഈ ചെറിയുള്ളി വഴറ്റുന്ന സമയത്ത് നമുക്ക് തേങ്ങയൊന്ന് പൊടിച്ചെടുക്കാതെ തേങ്ങയൊക്കെ നല്ലപോലെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പരുവത്തിൽ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. തക്കാളി, കറിവേപ്പില, പിന്നെ നമ്മുടെ കുടംപുളി, ഒരു 3 കഷ്ണം കുടംപുളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് ഒത്തിരി നേരം ഇട്ട് വഴറ്റുകയൊന്നും വേണ്ട. തക്കാളി ഒന്നും അധികം വഴറ്റേണ്ട കാര്യമില്ല. ഈ സമയത്ത് നമുക്ക് തേങ്ങ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ വറുത്ത് പൊടിച്ചത് ചേർത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ 1/4 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 1 സ്പൂൺ കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ചെമ്മീൻ കറിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർക്കുക. വെള്ളം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണേ. വേകാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാവേ. നല്ല മഴ പെയ്യുന്നുണ്ട്, അതാണ് ഈ ശബ്ദമേ. പിന്നെ 20 മിനിറ്റിനായി നമുക്ക് തുറന്നു നോക്കാം.
കറി നല്ലപോലെ പറ്റിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. അപ്പം നമുക്കിതിനെ ഇച്ചിരി കടുക് വറുത്തൊന്ന് താളിക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണേ. ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി അരിഞ്ഞ് വെച്ചതിട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇതിനി നമുക്ക് ചെമ്മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചെമ്മീൻ കറി അങ്ങനെ റെഡിയായി. നാളെ പുതിയ ഒരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.